നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 2023 ഒക്ടോബർ 7 ജൂത വിശുദ്ധ ദിനത്തിൽ പാരച്യൂട്ടിൽ ഇസ്രായേൽ മണ്ണിൽ പറന്നിറങ്ങിയ ഹമാസ് സംഘം ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു തിരിച്ചടി ഹമാസ് ഉറപ്പിച്ചിരുന്നിരിക്കണം. പക്ഷേ 6 മാസമായിട്ടും തീരാത്ത ഗസയിലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട പ്രത്യാക്രമണമായി അത് മാറുമെന്ന് ഹമാസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് 6 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം അരികെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ ഉള്ളത്. യുദ്ധത്തിന് ഇസ്രായേൽ നൽകിയ വില ഹൃദയഭേദകമാണെന്നും ചൂണ്ടിക്കാട്ടിയ നെതന്യാഹു ശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തലില്ല എന്നും 6 മാസത്തെ യുദ്ധം വിലയിരുത്താൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു. ഗസയിൽ ആക്രമണം ആരംഭിച്ച് 6 മാസം പിന്നിട്ടിട്ടും ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ഇസ്രായേലിൽ വൻ പ്രതിഷേധം നടക്കുന്നുമുണ്ട്. 253 പേരാണ് ഹമാസ് ബന്ദികളാക്കിയത്. ഇതിൽ 109 പേരെ പിന്നീട് പലപ്പോഴായി വിട്ടയച്ചു. ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ പോലും തീരുമാനമില്ല. ടെല്ലവീവിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടി. ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക, തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. മധ്യസ്ഥ ചർച്ചകൾക്ക് ഇസ്രായേൽ സന്നദ്ധമാണ്. എന്നാൽ ആർക്കു മുന്നിലും കീഴടങ്ങില്ല. ഇസ്രായേലിനുമേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നത് ഹമാസിന് വളമാകും. പകരം അവർ ഹമാസിനെയാണ് സമ്മർദ്ദത്തിൽ ആക്കേണ്ടത്. അത് ബന്ദിമോചനത്തിന് വഴിവെക്കും എന്നാണ് നെതന്യാഹു പറയുന്നത്. സന്നദ്ധ സേവകരെ സൈന്യം ബോംബിട്ട് കൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് നേരെ അമർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികരണം. അനുകൂല സംഘങ്ങളെ ഉപയോഗിച്ച് ഇസ്രായേലിനു നേരെ പല ആക്രമണങ്ങളും നടത്തുന്നത് ഇറാനാണെന്നും ആരോപിച്ചു. ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെയായിരുന്നു നെതന്യാഹു ഭരണകൂടം ഗസയിൽ കടുത്ത ആക്രമണങ്ങൾ നടത്തിയത്. എന്നാൽ അതിതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ബന്ദികൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളും ഇസ്രായേൽ സംഘടിപ്പിക്കുന്നുമുണ്ട്. നിലവിൽ ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഏറ്റവും പുതിയ പ്രകടനങ്ങൾ. ടെല്ലവീവിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ 100,000-ഓളം പേർ പങ്കെടുക്കുകയും ചെയ്തു. അതിനിടെ ഹമാസിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്ന് പാതിവഴിയിലായ വെടിനിർത്തൽ ചർച്ചകൾ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ ഞായറാഴ്ച പുനരാരംഭിക്കുകയും ചെയ്തു. ഗസയിലുള്ള ഇസ്രായേലിന്റെ സമ്പൂർണ്ണ സൈനിക പിന്മാറ്റമാണ് ഹമാസിന്റെ പ്രധാന ആവശ്യം.